എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയുന്നില്ലേ? അയ്യോ സ്വാഗതം പറ. എന്നാ നമുക്കിവിടെ ഇന്ന് മുതൽ ഡൈവോഴ്സ് ചെയ്തേക്കാം കേട്ടോ. നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നിന്നോട് ഞങ്ങൾ കൂട്ടില്ല. ഊതടി എന്റെ പാൻറ്, ഊതടി എന്റെ പാൻറ്. അപ്പൊ ഇത് ഒരു ഹാപ്പി വീഡിയോ ആണ്. വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കിങ്ങണിയും ഞാനോടെയായിരുന്നു പകല്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാ ഇന്നിപ്പോൾ വൈകിട്ട് അങ്ങ് അടിച്ചു കുടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പാറ വരെയൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഉപ്പാറ വരെയൊക്കെ പോയി നാളെ നല്ല അടിപൊളി ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. നല്ല അടിപൊളി സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിക്ക് വിളിക്കുന്നത് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു കൊച്ചു കുഞ്ഞു തയ്യാറെടുപ്പുകളും പിന്നെ ഒരു ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അപ്പം ഒരു ഗിഫ്റ്റും അത് നമ്മുടെ സ്വന്തം ഓർക്കിഡ് ഫാഷൻസിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പം എന്നാ വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് എന്നിട്ട് നോക്കാം അല്ലേ. എന്ത് ചെയ്യാറായി നോക്കി, 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 കഴിഞ്ഞാണ് നോക്കി. ഒരു പ്രതീതി ആകെപ്പാടെ ഒരുമാതിരി ഇരുട്ട് മൂടിയ മാതിരി. സമയമൊന്നും വലിയതൊന്നും ഇല്ല കേട്ടോ. ഓ അതൊരു സെറ്റപ്പ് വീട് കേട്ടോ. സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിലേ മറ്റേ കൈ സാധനങ്ങളാണ്. ഉപ്പുകാർക്കൊക്കെ പോയിട്ട് അവിടെ ഒരു കുഞ്ഞി സുന്ദരിക്കുട്ടി നിൽപ്പുണ്ട്. അവൾ ചോദിക്കുക എന്നാ ചേച്ചി വീഡിയോ എടുക്കുന്നത്, എന്നാ ചേച്ചി ഫോട്ടോ എടുക്കുന്നത് ആറിൻ്റെ. അപ്പോൾ എന്തായാലും അയ്യോ ശിവൻ്റെ അവിടെ വിളക്ക് കത്തിച്ചു. അമ്മോളുകൊണ്ട് പിന്നെ കത്തിച്ചോളും. പിന്നെ വേറെ എന്നാ തിരിച്ചിട്ട് കളിക്കാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഓ സിന്ധുമ്മ വന്നപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി ഓടുവാട്ടാ. ആ കുളിക്കുകയൊക്കെ ചെയ്തു. ആശാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. കൈകി തിരിഞ്ഞ് മുടി നോക്കട്ടെ. വാവ് സൂപ്പർ. അതിങ്ങനെ ചുരുട്ടിയിട്ടും കൂടെ ജസ്റ്റ് വെക്കണം, നല്ല രസമായിരിക്കും. 2 സൈഡും ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ക്ലിപ്പ് കുത്തി വെക്കണം. നാളെ ഒരു പരിപാടി ഉണ്ട്, അതിന് പോകാൻ വേണ്ടിട്ട് ചുമ്മാ ഒന്ന് ഞാൻ തന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി എന്നിട്ട് ചുമ്മാ കൊച്ചിനെ കൊണ്ടൊന്ന് ഹീറ്റ് എപ്പോഴും ജീവിക്കുന്ന ചീറ്റാന്ന് എനിക്ക് അറിയാം. പിന്നെ ഇങ്ങനെ വെട്ടി ഇട്ടത് കൊണ്ടേ ഒരുമാതിരി വൃത്തിക്ക് കിടക്കണ്ടേ, അതുകൊണ്ട് പോയി. നല്ല രസമുണ്ട്, ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കാം. ശരി, ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് ഞാൻ കഴുകിയിട്ട് പോയി. ഓക്കെ സെറ്റ്, അടിപൊളി. കെട്ടി വെച്ചപ്പോ ഇച്ചിരിയും കൂടെ ഭംഗി. അത് നേരൊക്കെ മുടി അല്ലാണ്ടിരിക്കും. പൊതിയും കൂടെ ഒരാൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ട്. അത് ഗിഫ്റ്റ് എന്താണെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ആർക്കാ ഗിഫ്റ്റ്? നാളെ പോകുന്നിടത്ത് കൊടുക്കാൻ. പിന്നെ പേപ്പർ നോക്കിച്ചതാ, അതും അവിടെ ഇരിക്കട്ടെ അല്ലേ. കൊച്ചിന്റെ ഒടിച്ചു നോക്കിച്ചു. അയ്യോ ചൂടെടുക്കുന്നു കേട്ടോ, തേങ്ങ ഇടാം. അതെന്തൊരു സാധനം കൊച്ചിൻ്റെത്? ടർക്കിയോ? അടുത്ത് എടുത്തു നോക്ക്. എല്ലാ ബോണ്ടയൊക്കെ ആയിരിക്കും മോനെ. ജോഷപ്പൂവിന്റെ പനി പിടിച്ചിരിക്കുന്നവർക്ക് പൊറോട്ടയോ? പൊറോട്ടയാണോ? അല്ല വല്ല ബോണ്ടയൊക്കെ ആയിരിക്കുന്നു. ടെസ്റ്റാണോ? ക്ഷമയില്ല, ക്ഷമ കെട്ട് കൊച്ച്. ഒയ്യോ പാന്റിന്റെ ആളാ എന്നോട് പിണങ്ങി ഇപ്പൊ ഇരിക്കായിരുന്നു. കുളിച്ചിട്ട് പാന്റ് ഇട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം പകലിൽ ചൂച്ചു വെച്ച് കഴിഞ്ഞാൽ അവള് പിന്നെ കീശയുള്ളതാ കീശയുള്ളതാ. ഞാൻ എവിടെ കീശ കൊടുക്കാനോ? ഇത് ഒന്നാതെ കഴിഞ്ഞിട്ട് ഉണങ്ങത്തില്ല. ഇതിന് കീശ ഇല്ലേ? കീശ വേണമെന്നില്ല, ഇങ്ങനത്തെ പാന്റ് മതി. ഇതിന് കീശ ഇല്ലേ? ഉണ്ട്. ഞാൻ കീശയുള്ളത് നോക്കി പോയതാ, എന്നിട്ട് പിന്നെ 2 മേടിച്ചോണ്ട് വന്നാ. നല്ലയാണോ? അവിടെ എഴുതി കമ്മിട്ട് തരാം. കീശയുള്ള തീരെ സിന്ധുമ്മ കീശയുള്ള പാന്റ് മേടിച്ചോണ്ട് കൊടുത്തോണ്ട് സിന്ധുമ്മയുടെ ലോഗ്യം പറയാട്ടോ. ഞാൻ തെന്നി വീണേനെ. ഭയങ്കര ലോഗ്യം പറിച്ചില്ല. ഈ കളർ നല്ലതും അല്ലേ? ബാക്കില് കേറിയിരിക്കുക. ഒന്ന് ചോക്കിക്ക് ഇങ്ങോട്ട്. ഇനി ഇച്ചിരി പോസ് കാണണം നമ്മള്. ഇതിന്റെ ഇവിടെ ഉണ്ടല്ലോ കീശ, ഒരിടത്ത് പോലെ കീശ, ഒരിടത്തേ ഉള്ളൂ. മറ്റേ 2 ഉണ്ട്. അവിടെ ഉണ്ടല്ലോ കീശ, കീശ ഒരിടത്തിനാണല്ലോ കാശല്ലേ ഉള്ളൂ. 2 കീശക്കകത്തിനാ കാശുണ്ടോ നിന്റെ? ആ പിന്നെയോ
പിന്നെയോ ഇത് മരുന്ന്. ആ, അത് ജാനിക്കുട്ടിക്ക് മരുന്ന്. ഇത് അമ്മച്ചിക്ക് ക്ലിപ്പും ഒക്കെ മേടിച്ചതാ. എന്റെ പിന്നെ എന്നോട് എന്റെ ജോലിയും കുറെ പേരോട് പറഞ്ഞു ഹെയർ സെറം തേക്കണം, കുറിച്ച് കഴിഞ്ഞാൽ അന്നേരം ഒരു തുള്ളി വെച്ചിട്ടുണ്ട്. അത് ജാനിക്കുട്ടിക്കല്ല, ജാനിക്കുട്ടിക്ക് തേക്കാൻ പറ്റില്ല. തേക്കുന്ന അമ്മയുടെ മരുന്ന. പിന്നെ ഇങ്ങനത്തെ ഇനി എനിക്ക് പറ്റത്തുള്ളൂ. ഒരു നല്ലൊരു ഇറുക്കിയൊക്കെ മേടിക്കാൻ ഇറുക്കി ഇല്ലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഞാൻ അങ്ങനത്തെ ഉള്ള സൈസ് രണ്ടെണ്ണം മേടിച്ചതാ. നാളെ സാരി കാണിച്ച് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്നില്ല. ഇറുക്കിയാ നല്ലത്, പക്ഷെ ഇറുക്കി ഇല്ലായിരുന്നു ഈ ഇവിടുത്തെ കട. അതുകൊണ്ട് പിന്നെ അപ്പുറത്തെ സിറ്റിയിലോട്ട് ഞാൻ പോയുമില്ല. മുടിയുടെ ഷോയാണ് കേട്ടോ. ഇനി കുറച്ചായിട്ടേക്ക് ഞങ്ങൾ ഇത് രസമുണ്ട് കേട്ടോ. രസമുണ്ട്, നല്ല രസമുണ്ട്. വേണ്ട വേണ്ട, അത് കുളിച്ചിട്ട്, അത് നാളെ കുളിച്ചിട്ടൊക്കെ ഇടാം. അപ്പൊ ഇച്ചിരി മരുന്നൊക്കെ കുടിച്ച് സുന്ദരനായിക്ക്. എല്ലാം ഒന്ന് ഇട്ട് നോക്കിയാലേ പറ്റത്തുള്ളൂ. നല്ല റോസപ്പൂവിന്റെ ഒരു തൂവാലി. ഒരു പാൻറ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പാൻറ് വേണമെന്ന് ആഗ്രഹം കേട്ടോ. ഡ്രസ് ഇട്ടാലും എടുത്തുള്ളൂ. നല്ലൊരു ശീലമാ. അതിട്ട് കഴിഞ്ഞപ്പോ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു കുടിച്ചിട്ട് ഇട്ടാ മതിനെ. പിന്നെ ഇട്ട് നോക്കാനായിരിക്കും നോത്തോണ്ട് ഇട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതിട്ട് നോക്കണം, ഇത് ഇട്ടതല്ലേ. എന്റെ അച്ഛനും നാളെ എനിക്ക് പാൻറ് മേടിച്ചു തരുന്നു. ചട്ടം വിമറിയാം. ഒരു ശേഖമില്ല എന്നോട് നിനക്ക്. വലിയ പാൻറ്റോ? അതാ പാൻറ് കിട്ടിയ നികളമാണ്. വേറൊരു പാട്ട് പാടിക്ക്. ഡാൻസ് ആയിരുന്നു ഇത്ര നേരം ഇവിടെ. ഡാൻസ് ആയിരുന്നു. ഇത് ഭയങ്കര സൂപ്പർ ആയില്ല. എന്നാ പൊട്ട ഡാൻസ് ആണോ? ഞാൻ എന്റെ കൊച്ചും കൂടെ കുറച്ച് ഡാൻസ്. കൊച്ചെങ്ങനെയാ ഡാൻസ് കളിക്കുന്നത്? തമ്പുരുടെ കൂടെ ഇന്ന് പയറ് കളിച്ചില്ലായിരുന്നു. എങ്ങനെയാ കളിക്കും തമ്പുരുടെ കൂടെ ഡാൻസ്? ഡാൻസ് കളിച്ചു താഴെ വീടല്ലേ. സിംഗം ഇങ്ങനെ കളിച്ചാ വന്നിട്ടുണ്ട്. ഇങ്ങനെ യോ 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 ഇങ്ങനെ കളിച്ചോളാം. എന്നെ കാണിച്ചു വെച്ച് പഠിക്കണം. ചമ്പൂര് വരുമ്പോ ഡാൻസ് കളിക്കും. എന്നാലും സിംഗം ഇങ്ങനെ ഇങ്ങനെ കളിക്കണം, ഇങ്ങനെ ഇങ്ങനെ കളിക്കണം. ഡാൻസ് മാസ്റ്റർ വിക്രമാണ് കേട്ടോ. ഇങ്ങനെ കാണിക്കണം. ഇതെന്താ ഇടിയോ? ഇതെന്താ ബോസിംഗ്? പാട്ടുകൂടെ പാടാം. കുറച്ച് വണ്ണം കുറയും ഡാൻസ് ആണെങ്കിൽ. അവക്ക് ഗിഫ്റ്റ് കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ട് അവൾ എന്നെ കളിയാക്കും കേട്ടോ. അതെ, നീ വരുന്നതിന് മുമ്പ് എനിക്ക് കേട്ടോ കിട്ടിക്കൊണ്ടിരുന്നേ. വലിയ ആള്. അവൾ എന്നെ വലിയ കളിയാക്കി കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണേ, നീ വരുന്നതിന് മുമ്പ് എനിക്കായിരുന്നു. നീ വന്ന ആ സ്ഥാനം തട്ടിയെടുത്തു പറഞ്ഞ നീ വലിയ ആളൊന്നും ആവണ്ട. വലിയൊരാള് വന്നിരിക്കുന്നു. ഇനി ഇച്ചിരി ശോകാണിയിലായിരിക്കും. ഇനി ഇച്ചിരി ശോകാണി. ഞാൻ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞില്ല, നേരെ വയസ്സിലെടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് മുടിയല്ല ഫ്രണ്ടിലോട്ട്, കുറച്ച് മുടി ഇടുന്ന നല്ല ഭംഗി. ഒരു ദിവസം നല്ല രസം ഉണ്ടായിരുന്നു. നേരെ വയസ്സിലെടുത്തിട്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ. രണ്ടും കൊള്ളാം, രണ്ടും അടിപൊളിയാ. അപ്പൊ ബാക്കിലും നല്ല മുടിയുണ്ട്, ഫ്രണ്ടിലോട്ടും മുടിയുണ്ട്. എന്റെ പൊന്നേ. അമ്മൂന്റെ അഭിപ്രായം മാനിച്ച് ഒരു ശകലം ഫ്രണ്ടിലോട്ട് ഇട്ടു. ഇനി എന്നാണ് ഇതൊന്നും നോക്കുന്നില്ല. കുറച്ചു പേര് പറയും അയ്യോ ഇതെന്നാ കൂത്തുകളിയാന്നൊക്കെ. പക്ഷെ നമ്മള് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിട്ട് എന്നാ വേണേലും എന്നാ കുഴപ്പം, മുടിയല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തായാലും നാളെ പോകുന്നത് നാളത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരും അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇനി പോയി ദേഹം വെക്കുന്ന കേട്ടോ. ഭയങ്കര ചൂടെടുക്കുന്നു. ഞാൻ നടന്നു പോയത്, മഴയായിരുന്നു. അവിടെ സ്കൂട്ടി കൊണ്ടുപോയില്ല. അപ്പൊ പോയി കുളിക്കുമൊക്കെ ചെയ്യാണ്. ഒരു കാര്യം കണ്ട് എനിക്ക് അപ്പൊ തൊട്ട് മനസ്സിൽ ഭയങ്കര വിഷമം. ഒരു റീൽസ് കണ്ടതാട്ടോ. ജാനിയുടെ അത്ര ഉള്ള ഒരു കൊച്ച്, അത് എന്നെ അത്രയും വിഷമാക്കിയതേ. കുഞ്ഞു കൊച്ച്, അതിനെ ഒരമ്മ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളിക്കാരത്തേക്ക് വേറെ പോകാൻ വേണ്ടിയിട്ട്, വേറെ കാമുവിന്റെ കൂടെ കണ്ട് പോകാനായിട്ട് കുറച്ചു നേരം അവിടെ തപ്പി നിന്നിട്ട് അവരൊരൊറ്റ പോക്ക്. അപ്പൊ കൊച്ചു ഇരിക്കുവാ കസാരയിൽ. നമ്മുടെ കട്ടപ്പന ഓണൊക്കെ എനിക്ക് പെട്ടെന്ന് ഫീലായേ. അവിടെ നമ്മുടെ സ്റ്റാൻഡിൽ കസാര ഇട്ടില്ലേ, എന്നിട്ട് കൊച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിട്ടോ. അപ്പൊ അമ്മേനെ കാണുന്നില്ല. ഇത് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് ഓടുന്നു, ബാക്കിലോട്ട് ഓടുന്നു. അയ്യോ, അത് കണ്ടിട്ടുണ്ടല്ലോ
അവളെയൊക്കെയാണ് പറയേണ്ടത് എന്നാന്നറിയോ. എനിക്ക് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടേ, എന്റെ ചങ്ക് പൊട്ടിപ്പോയത് കണ്ടപ്പോഴത്തേക്ക്. നമ്മളെ നമ്മുടെ കുഞ്ഞിനെ ആ ഒരു സ്റ്റേജിൽ അല്ലേ, ഒരമ്മ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ഒരു ലെവലിലോട്ടൊക്കെ മാറുന്ന അവളും അങ്ങനെയുള്ളവളുമാരാണ് ഈ കായലിലും കടലിലും അവിടെ ഇവിടെയൊക്കെ ചത്തൂന്ന് പറഞ്ഞ ഒരു പരിധി വരെ കേൾക്കുന്നത്. സത്യമായിട്ട് പറയാം, എനിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരൊരു 10 വയസ്സായി കഴിഞ്ഞിട്ട് അവർ ജീവിക്കുമ്പോൾ പറക്കുമോ അവർക്ക് സ്വയം നിൽക്കാനായിട്ട് ഒരു ത്രാണിയാക്കി കൊടുത്തിട്ട് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ഞാൻ നോക്കിയിട്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇത്രയും നെറികേട് കാണിക്കുന്ന ഓരോ അമ്മമാരുടെ. അപ്പൊ ഞാൻ ഈ ഇന്നത്തെ വീഡിയോക്കകത്ത് അമ്മ എന്താണെന്നുള്ളത് ഞാനൊരു കവിതയുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. എനിക്കത് കണ്ടപ്പോ ഭയങ്കര ജാനിനെ പോലെ തന്നെ ഇരിക്കുന്ന കൊച്ചു. അപ്പൊ എനിക്കത് കണ്ടിട്ട് എന്തോ ഒരു മനസ്സൊരു അറിയില്ല. ആ CCTV മറ്റേ ഇവിടെ CCTV ഉണ്ടായിരുന്നു സ്റ്റാൻഡില്. അപ്പൊ കൊച്ചിങ്ങനെ പരാക്രമം പിടിച്ച് അമ്മേനെ തപ്പി നടക്കുവാ. അവള് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കാണ്ട് പോയി കളഞ്ഞു. കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു കടലിനകത്ത് കൊണ്ടുപോയിട്ട് കടലിന്റെ പക്കത്ത് കൊണ്ട് വെച്ചിട്ട് അവള് ഫോൺ വിളിച്ചോണ്ട് ഭയങ്കര ഷോ കൊച്ചു വെള്ളത്തിനകത്തോട് പറഞ്ഞു. അതിന് കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആൾക്കാരുടെ അവിടെ കൂട്ട് അവളെ കൊച്ചു കടലിൽ പൊക്കോട്ടെ എന്ന് ഓർത്ത് തന്നെയുള്ള ഷോ ആയിരുന്നു കാണിച്ചത്. ദൈവമേ എന്നാ ഈ കാണിക്കുന്നത് അറിയില്ല. അതൊരു പരിധി വരെയൊക്കെ ഗൾഫിലൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഉള്ളവര് അവര് കഷ്ടപ്പെട്ട് ഒരു കുപ്പൂസ് റൊട്ടി കഷ്ണമൊക്കെ തിന്നിട്ട് കാശ് അതുങ്ങള് നാട്ടിലോട്ടയക്കും. അപ്പൊ ഈ തിന്നിട്ടുള്ള ഒരു കുത്തലുണ്ടല്ലോ, എല്ലിനിടയ്ക്കിടുക എന്നൊക്കെ പറയും പണ്ടുള്ള കാരണവരെ. അങ്ങനെയൊക്കെ ഉള്ളവര് അന്ന് ആ പെണ്ണിന്റെ അങ്ങനെയായിരുന്നു. വേണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്ന ഒരു അനാഥാലയത്തിൽ കൊടുത്താലും കുഴപ്പമില്ല. ഇതെന്നാ അല്ലെ, അവർക്ക് നല്ലൊരു ജീവിതോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആ കുഞ്ഞു കൊച്ചിന്റെ അപ്പത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കും അല്ലേ. ആദ്യം പിടിച്ചു കാണിയല്ലേ. പിന്നെ ഇന്ന് തന്നെ അമ്മ കുറച്ച് വിഷ്ണു പോയപ്പോ തുടങ്ങി ഇവർക്ക് ഒരു ചെറിയ സങ്കടമാണ്. കാരണം അതാണ് ഇവര് രണ്ടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാ. നമ്മള് വഴക്കൊന്നും പറയാണ്ട് ഇങ്ങനെ കൊഞ്ചിച്ച് ആ കുരുത്തക്കേടില്ല, വഴക്ക് പറയാനുള്ള കുരുത്തക്കേട് അവള് ചെയ്യാറില്ല. ഭയങ്കര അറ്റാച്ച്മെന്റ്. പ്രത്യേകിച്ച് വിഷ്ണു കേട്ടോ. അപ്പമ്മോളെന്ന് പറഞ്ഞാൽ അപ്പമ്മോള് തന്നെയാണ്. അവര് ഇന്നലെ പോയപ്പോ പിന്നെ ഞങ്ങൾ അത് വന്ന് സോപ്പിട്ട് പറക്കി 2 ദിവസമായിട്ട് ഞങ്ങൾ പകലൊക്കെ വലിയ കെയർ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അവിടെ ഉള്ളിലുണ്ട് അച്ചു എപ്പോഴാണ് വരുന്നത്. അവിടെ എന്നാ പറഞ്ഞാലും പറഞ്ഞ് എനിക്ക് ചോദിക്കും അച്ചു എപ്പോഴാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് അമ്മ ഒരാവശ്യത്തിന് വേണ്ടിട്ട് പുറത്തൊന്ന് പോയി. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നത് സന്തോഷത്തോടെ അവിടെ പോയതാട്ടോ. അപ്പൊ ഇവള് വരാനായിട്ട് അവിടെ ചെന്ന് മഴയും കൂടെ ആയിപ്പോയി. അപ്പൊ ഇച്ചിരി കൂടെ ലേറ്റ് ആയി വരാനായിട്ട്. ഉപ്പാറ വരെ എണ്ണ കൊടുക്കാൻ പോകുന്നവരോട് പറ്റിച്ചിട്ടാ പോയത്. എന്നിട്ട് കാണാനായിട്ട് ഇവിടെ യാഗ പോണേ വെപ്രാണ്. അമ്മൂനെ വരാതെ ഇത്രയും നേരമായിട്ട് അമ്മൂനെ വരാതെ ഇത്രയും നേരമായിട്ട് തന്നെ അമ്മ വരാതെ. ഞാൻ ഓരോ സൂത്രങ്ങളും കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ കുഞ്ഞു മനസ്സല്ലേ പെട്ടെന്ന് ജലദോഷമായി. ഞാനെ പൊന്നുകൂടെ കൊച്ചോണ്ട് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. അവളുടെ കൂടെ തന്നെ ഫുൾ സമയം സ്പെൻഡ് ചെയ്ത് കഥ പറച്ചിട്ടും. അവള് വലിയ കഥ പറച്ചിട്ട് ഒക്കെ ആയിരുന്നു എനിക്കും. ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ ചോദിച്ചോണ്ട്. പക്ഷെ ഒരു മുക്കിൽ നിന്നൊക്കെ ഒഴുകാൻ തുടങ്ങി ജലദോഷം. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ ചോദിച്ചു അമ്മ പോയിട്ട് വിഷമായിരുന്നോന്നേ. അപ്പൊ എന്നോട് പറയാ അച്ഛൻ പോയിട്ടാ വിഷമം. അപ്പൊ വിച്ചുവിന് മെസ്സേജ് അവള് തന്നെ എടുത്ത് അയച്ചിട്ടുണ്ട്. അച്ഛൻ എവിടെയാ, എന്നെ ഒന്ന് വിളിക്കാവോ. അപ്പൊ വിച്ചു ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വിച്ചു വിളിച്ചിട്ട് ആകെ സങ്കടപ്പെടുന്നു അവളെ കണ്ടിട്ട്. അപ്പൊ ഞാൻ പോയി പാരസെറ്റമോൾ ചെറുപ്പൊക്കെ നമ്മുടെ വളകളൊന്നും മേടിച്ചോണ്ട് അത് കൊടുക്കുമ്പോഴത്തേനും മാറിക്കോളായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ പോയി ബാക്കി പരിപാടി ചെയ്യാം. ഗിഫ്റ്റ് പാക്ക് ചെയ്താണ് പരിപാടി കേട്ടോ. കിട്ടുന്നില്ലേ? അത് ഇതിന്റെ ഒരു സെറ്റപ്പ്. ടേപ്പ് എടുക്കുമ്പോ ജഡായി എന്നെ ചുമ്മാ അടുത്ത് വളം വെക്കും. അത് ഒട്ടിക്കുമ്പോ വൃത്തിക്ക് ഒട്ടിച്ചു വെക്കാനായിട്ട് അങ്ങനെയാണ്. അപ്പൊ ചുമ്മാ ഇങ്ങനെ ഈ പറഞ്ഞു പോരാതെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു. ഗിഫ്റ്റാണ് കേട്ടോ, പരിപാടിക്ക് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അവിടെ ഒരാള് തുമ്മി. അവിടെ അതും അമ്മക്കുട്ടിയാണേ. മോളുടെ പേരോ? നല്ല രസമാണ്. നല്ല രസമുണ്ടല്ലോ, നല്ല ക്യൂട്ടാണ് അബു എന്ന് പറഞ്ഞിട്ട്. അവരുടെ എൻഗേജ്മെന്റ് 3-ാം തീയതി ആയിരുന്നു. അപ്പൊ 3-ാം തീയതി ചെല്ലാൻ പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ്. പക്ഷെ പോകാൻ പറ്റിയിട്ടാണ്, ഇതിനോട് പൊക്ക് നടക്കില്ല. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് ലൈവ് എപ്പോഴേ ഇട്ട് തന്നു. പിന്നെ ഫോട്ടോസും എല്ലാം ഇട്ട് തന്നു. ഞാനും അമ്മയും കൊച്ചും ലൈവ് കുത്തിയിരുന്ന് കണ്ടു. അപ്പൊ ഞാൻ രാത്രി തന്നെ കണ്ടതാണ്. ബിക്കോസ് ഞാൻ ഇങ്ങോട്ട് കണ്ടപ്പോൾ വീണ്ടും ഒന്നുകൂടെ പോയി കണ്ടു. ഒരു ഉള്ളിനുള്ളിലൊരു പറഞ്ഞ സന്തോഷം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോളും. അപ്പൊ ആ മോക്കുള്ള ഒരു കുട്ടി ഗിഫ്റ്റാണ് ഞാനിപ്പോ ഈ റെഡിയാക്കുന്നത്. അവിടെ ഒരാളായി പഠിക്കുക കേട്ടോ. ഞാൻ ബുക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു വിട്ടത്. പക്ഷെ ഇവര് കൊണ്ടുവന്നില്ല. എന്ത് ബുക്ക്? അതില്ലായിരുന്നു. 3 പേരും ഉണ്ടല്ലോ, അവളുമാർക്കും കൊടുത്തായിരുന്നല്ലോ. പിന്നെ ഇവക്ക് 2-3 കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവളത് അങ്കൻവാടി പോയ ടൈമിൽ എല്ലാം എഴുതി അതും തീർത്തു. അപ്പൊ ഇനിയിപ്പോ നാളെ ഞാൻ പോകുന്ന വഴിക്ക് ബസ്സെല്ലാം ഞാൻ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ പോയ കടയിൽ കയറിയപ്പോ അമലക്കട കയറിയപ്പോ ചോദിച്ചു, അന്നേരം ഇല്ല.
അപ്പൊ അന്നേരം ഞാൻ ഇനിയിപ്പോ നാളെ ബസ്സിന് പോകുമ്പോ ചിലപ്പോ ഇങ്ങനെ കാണത്തില്ലേ, കണ്ടാൽ അതിനാണ് ഈ ഒരു പ്രായത്തിലാണ് ഏറ്റവും ബുദ്ധി വളരുന്നത്. ഈ സമയത്ത് വേണം നമ്മള് പറഞ്ഞു കൊടുക്കാം അല്ലേ. പക്ഷെ എനിക്കൊന്നും ക്ഷമയില്ല. എനിക്കും. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു ഉദ്യോഗം ഇല്ല, ഈ വീട്ടിൽ ഇരുന്നിട്ടുള്ളത് മതി. അപ്പൊ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കി. എനിക്ക് തീരെ ക്ഷമയില്ല. ക്ഷമയില്ലെന്ന് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇപ്പൊ അത് ക്ഷമയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മുരിക്ക് വെട്ടുന്ന പണിയാണ്. അന്നേരം ആ സമയത്താ നമ്മുടെ ഇവിടെയൊക്കെ കൊടിയല്ലേ, കുരുമുളക് സീസൺ ആയി കഴിയുമ്പോൾ മുളകെല്ലാം പറിച്ച് കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ കൊടി വെട്ടും. അപ്പൊ അതിന്റെ ആ മുരിക്ക് ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയി ഇടണം, ചെറുതാക്കി പീസാക്കി കൈ കൊണ്ട് വാരി കൊണ്ടിടണം. അത് ഞാൻ 2 ദിവസം പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എന്നാലും പറയാം. എന്നിട്ട് അങ്ങനെ ആ പണിയുടെ സമയം. അപ്പം മോന് മറ്റേ ഇതുണ്ടായിരുന്നു ഹോംവർക്ക്, ELEPHEND ആണ് എലഫന്റ്. ആദ്യത്തെ ഈ പറയും, അത് കഴിഞ്ഞിട്ടുള്ള ഈ പറയല. എന്റെ മോനെ ക്ഷമ നശിച്ചു പറഞ്ഞു എന്നാന്നോ ദേഹം നീറിയിട്ട് ശരീരത്തിന്റെ വേദന അതങ്ങനെ, മനസ്സിന്റെ വേദന അതങ്ങനെ. ലാസ്റ്റ് പെൻസിൽ കയ്യിലിരിക്കുമായിരുന്നു. എന്നാണോ ഇത്ര നേരിട്ട് മനസ്സിലായില്ല. ചോദിച്ചു ഒരു കുത്തി മോതിരം ടൈപ്പ് പോയി, മോൻ ഇവിടെ കണ്ട് ഇച്ചിരി ഇങ്ങനെ പോയി പെൻസിലിന്റെ മോനെയല്ലേ. ഇന്നൊക്കെയാണെങ്കിൽ ദൈവമേ. അല്ല അതുകൊണ്ട് തന്നെ അന്ന് ആ കുത്തിയതിന്റെ ഫലം ഇന്ന് കാണുന്നുണ്ട്. കാരണം അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷും കണക്കും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലേ. അടിസ്ഥാനം നമ്മൾ കൊടുക്കുന്നത് പോണക്കിരിക്കും എന്തൊരു കാര്യമാണേലും. എന്നിട്ട് ഞാൻ പണിയുന്ന വീട്ടിലെ ചേച്ചി ഞങ്ങളോട് വന്ന് എന്നെ പൂരം വഴക്കുണ്ടാക്കി. 2 പൊന്നു മക്കളുണ്ടായിരുന്നു കേട്ടോ. അവരും വന്ന് പൂരം വഴക്കുണ്ടാക്കി. ഇനി പഠിപ്പിക്കാൻ ചേച്ചി കണ്ട ഞങ്ങൾ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം നമുക്ക് അതുങ്ങൾ 10ലും 9ലും +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ പറ്റുമോ? പിന്നെ ശങ്കരൻ തന്നെയാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചേച്ചി ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. ഒത്തിരി പഠിപ്പിക്കാനൊക്കെ പാവം ചേച്ചി ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. ELEPHE ആ പറയല. അന്നേരം അങ്ങനെ ഞാനൊരു കുത്തു കൊടുത്തിട്ട് മോന്റെ ശലം പൂരിപ്പോയായിരുന്നു. ഓരോമ്മമാരും അനുകരിക്കല്ലേ. അല്ല അന്നത്തെ എന്റെ അവസ്ഥ അതാ. എല്ലാ പണിയും 2 or 3 പശു ഉണ്ട്, അതിന് പുല്ല് ഫുള്ളി എത്തണം വീട്ടിലെ. ആ വീട്ടിലെ പണി ഫുള്ളി ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ശകല സമയം ഉള്ളപ്പോഴായിരിക്കും നമ്മള് ഈ പറമ്പിലോട്ട് പണിക്കാരുടെ കൂടെ കയറിപ്പോണ്ടത്. അപ്പൊ ഈ മുള്ളിക്കൊണ്ടാണ് അത് ഒരു ടാസ്ക് പിടിച്ചത് തന്നെ. ഈ പണി തന്നെയായിരുന്നു. എത്ര വയസ്സിലാമേ? 24-25 ഒക്കെ. എന്റെ ഇപ്പത്തെ ഈ പ്രായത്തില് 24-25 രൂപയൊക്കെയാണ്. ദൈവമേ ഞാൻ അനുഭവിച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ ആലോചിച്ച് നോക്കിയാൽ ഞാൻ എങ്ങനെ തരണം ചെയ്തു പോകുന്നത് ഇപ്പോഴും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സത്യം ഞാൻ പറയാം, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ തരണം ചെയ്തു പോകുന്നത്. ഇപ്പൊ നിസാരമൊക്കെ 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടേ 1-2 എഴുതിപ്പിക്കുക. ഇപ്പൊ ഞാൻ കേട്ടോണ്ട് കാര്യമാണേ, അർണബുദ്ധിയാണോ എന്നെ മനസ്സിലാകുന്നില്ലേ. അപ്പൊ ഞാൻ 2 പ്രാവശ്യം ഓർത്തു. പിന്നെ ഞാൻ പറഞ്ഞി ഒരാഴ്ചയെങ്കിലും പറഞ്ഞാലേ ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട്, കുഞ്ഞു മനസ്സില്ലേ, അതുങ്ങളിപ്പോ പഠിക്കുന്നതിന്റെ ഇതായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ ആ 25 പൈസ കഷ്ടപ്പാടിന്റെ ഇടയിൽ അത്ര ഇതില്ലായിരുന്നു. അപ്പൊ കൊച്ചിന് വേദന എടുക്കുന്നൊക്കെ രീതി ഞാൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് രാത്രി കാലത്ത് ഉറങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുമായിരുന്നു. എന്നിട്ടൊരു 100 രൂപയൊക്കെ കൊടുത്ത് അതമ്മ എപ്പോഴും അങ്ങനെ എടുത്തിട്ടുണ്ടടിക്കും. എന്നിട്ട് 1000 രൂപ വരും. അത് എന്തിനാന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ സങ്കടം വരും. എന്റെ വിഷമവും ഇതേ കൊണ്ടാണ് ചിലപ്പോൾ അടിച്ചു പോകുന്നതേ. ഈ നമ്മുടെ ശരീരത്തിന് വേദനയും മനസ്സിന് വേദനയും കൂടെ ഉള്ളപ്പോഴായിരിക്കും അടിച്ചു പോകുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് സങ്കടം വരും. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പേ ഒരു 100 രൂപ കൊടുക്കും, ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 100 രൂപ കൊടുക്കും. അങ്ങനെയായിരുന്നു എന്റെ പഠിപ്പീരൊക്കെ. പക്ഷെ അങ്ങനെ ഒരു അടിസ്ഥാനം കൊടുത്തതിന് വലിയ എനിക്ക് അഭിമാനിക്കാം. അല്ലാതെ ഈ ഞാൻ ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ ഒരു കൊച്ചിനെ ഇട്ടിട്ട് ഒരുത്തി പോകാനായിട്ട് നോക്കിന്ന്. അപ്പൊ അവളെ കൊണ്ടൊക്കെ അല്ലല്ലോ ഞാൻ ചെയ്തത്. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഞാൻ അനുഭവിച്ചതിനെ കൊടുത്തി കുഞ്ഞു കൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നല്ലൊരു അമ്മ ആയതുകൊണ്ടാണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അടിസ്ഥാനം കൊടുക്കേണ്ടത് തന്നെയാണല്ലോ. നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, നമ്മുടെ മനസ്സിന് നമുക്ക് ബോധിക്കാം അല്ലേ എന്ന് പറഞ്ഞോളൊക്കെ ക്ഷമയോടെ പഠിപ്പിക്കുക. അല്ലാതെ തുള്ളുകയും ചാടുകയോ എനിക്ക് ക്ഷമയില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ നമ്മൾ ക്ഷമയോടെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ പഠിപ്പിക്കാൻ നമ്മൾ പുറകെ നടക്കുക വേണ്ട. സത്യതയാണല്ലോ. എൻ്റെ മകനെ ഞാൻ LKG-യിലും UKG-യിലും വിട്ടപ്പോൾ നല്ല രീതിക്ക് രാത്രി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ വന്ന് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഹോംവർക്ക്, അത് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഒത്തിരി ഹോംവർക്കൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ പോയംസും അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ. പക്ഷെ ഒരു 1st സ്റ്റാൻഡേർഡ് തുടങ്ങി ഞാൻ അവരെ പഠിപ്പിക്കാൻ പോയിട്ടേയില്ല. പിന്നെ അപൂർവം ചിലപ്പോൾ ഞാൻ അമ്മ ഇത് എങ്ങനെയാണെന്ന് പറയാമോ എന്നൊക്കെ മിടുക്കി കൊച്ചാണ്, സൂപ്പർ കൊച്ചാണ് കേട്ടോ. നല്ല കൊച്ചാ. ഒന്ന് വായിച്ച് കേൾപ്പിച്ച് എങ്ങനെ കൊണ്ടുതരാ നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം.
അതുകൊണ്ടാ അതേ കൂടെ എന്താ 4 വരെ 4 ലൈനും 2 ലൈനും മേടിപ്പിക്കണം. എന്നിട്ട് അതേ കൂടെ എഴുതിപ്പിക്കണം. കണ്ടോ? ഇതെന്താന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ആ ഈ ഊ ഈറു ഏ ഐ ഓ ഓ മിടുക്കി ഡി ഇത് ഡി അല്ല ഓ ഇനി ബാക്കി നാളെ അല്ലേ? അപ്പൊ അങ്ങനെ ക്ഷമയോടെ പഠിപ്പിക്കുക, അതേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കുഞ്ഞു മനസ്സിൽ ഇപ്പൊ കേറും. എന്നിട്ട് പിന്നെ അവള് പഠിപ്പിക്കും. പക്ഷെ എനിക്ക് 2 പേരെ കൂടെ ആയപ്പോഴത്തേന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാൻ പറ്റിയില്ല. കാരണം 2 പേർക്കും കൂടെ ഉള്ള ഓട്ടോ കാശും ഫീസും എല്ലാം കൂടെ പറ്റുന്നില്ല. ആകെ 40 രൂപ ശമ്പളം വന്നത്. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, 2 പേരെ കൂടെ ഒരു നമ്മുടെ സാധാ സ്കൂളിലാക്കി. ഞാൻ പഠിച്ചേക്ക് OMLP സ്കൂളിലാക്കി. അപ്പൊ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ എന്നാ പറഞ്ഞത് 2 പേരെ കൂടെ വൈകിട്ടുള്ള പഠിപ്പീരും കാര്യങ്ങളൊക്കെ കുറെ മുടങ്ങിന്ന് വെച്ചാൽ പിന്നെ ഈ വീട്ടിൽ അവരുടെ വീട്ടിൽ താമസിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമയമൊക്കെ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ ആയി കഴിഞ്ഞപ്പോൾ ആരുമില്ല. വീട്ടിലെ പണി വെള്ളം കോഴിച്ച് എല്ലാം കൂടെ അവർക്ക് സമയം കിട്ടുന്നില്ല. സമയം കിട്ടാതായപ്പോഴത്തേനും ഹോംവർക്കിന്റെ ഒക്കെ അത്യാവശ്യം ഇങ്ങനെ എഴുതിക്കാനും പറക്കാനും ഒക്കെ പറ്റുന്നത് അമ്മൂന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. സമയം കിട്ടുന്നില്ലായിരുന്നു. പറഞ്ഞു തന്നിട്ടില്ല. എന്റെ മകനെ അപ്പനെ ശ്രദ്ധിച്ചാൽ നിൽക്കുന്നതിന്റെ 4 പ്രാവശ്യം അമ്മൂനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അമ്മു ഇന്നിപ്പോ എന്തെങ്കിലും നല്ലൊരു ഇതായനെ ജോലിയായി എന്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്നെ കണ്ട ഞാൻ സംസാരിക്കുന്ന ചിലവരൊക്കെ എന്റെ അടുത്ത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ. എന്നോട് ഈയിടെ ആരോ ഒരാൾ ചോദിച്ചു നേഴ്സാണോ? അല്ല കേട്ടോ, സാധാ വീട്ടമ്മ. ഞാൻ വെറും പിന്നെ 10ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം ഇല്ല. പക്ഷെ എന്നോട് ഒത്തിരി പേര് ഇവരുടെ PTA ഒക്കെ പോകുമ്പോ ടീച്ചറാന്ന് ഓർത്തോണ്ട് പിള്ളേരൊക്കെ ഓടി എന്റെ കോളേജിലൊക്കെ ചെയ്യുമായിരുന്നു. എന്താ കൊട്ടസാരി കൊടുത്തു പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ടീച്ചറാണോന്ന് ചോദിക്കുമായിരുന്നു. അയ്യോ ടീച്ചർ ഓടിക്കോടി ഒരു പ്രാവശ്യം ഞാനൊക്കെ കയറി ഓടി കഴിഞ്ഞപ്പോഴാ എന്റെ അപ്പയാന്ന് മനസ്സിലായി. ഇത് ചേച്ചിക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അമ്മ പൊതിഞ്ഞു വെച്ചതാ. അയ്യോ ഇതൊരു അമ്മു ചേച്ചിക്കുട്ടിക്കേ ഞാളെ അമ്മു ചേച്ചിയുടെ കല്യാണമാണ്. അപ്പൊ ചേച്ചിക്കുട്ടിയുടെ അമ്മ മോന് നല്ല ഉടുപ്പും ഒക്കെ മേടിച്ചു തന്നെ. അപ്പൊ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ടേ ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ഇത് ചൂവൻ തന്നോട്ടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ചേച്ചിക്കുട്ടിക്ക് കൊടുത്തേക്കാവേ. ഇപ്പൊ തന്നെ കൊടുക്കാം. വേറെ ഞങ്ങളും കൂടെ പോവായിരുന്നു കേട്ടോ, പക്ഷെ വണ്ടി പോയില്ല. അല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയേനെ. അപ്പൊ എന്തായാലും പിന്നെ അപ്പൊ എന്തായാലും ഇപ്പൊ പെട്ടെന്ന് പിള്ളേരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എന്നാ പറഞ്ഞാലും അഭിമാനമേ ഉള്ളൂ. അത്രയെങ്കിലും ഒക്കെ എനിക്ക് എൻ്റെ ആ ഒരു കുഞ്ഞു ലെവലിൽ നിന്ന് പഠിപ്പിക്കാനും പറക്കാനും ഒക്കെ പറ്റിയത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അഭിമാനവും നേട്ടവും തന്നെയാണ്. ഞാൻ മറ്റുള്ള എല്ലാവരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ആങ്ങളമാരുടെയും ഒക്കെ പിള്ളേരൊക്കെ പഠിച്ച നേഴ്സും ജോലിയും കാര്യങ്ങളും സർക്കാർ ജോലിയും ഒക്കെ ആയി. പക്ഷെ എനിക്കും അങ്ങനെ ആക്കണം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയോ ഒരു ഇച്ചിരി ഇതായിപ്പോയി. അതിനൊരു കുഞ്ഞു സങ്കടമുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഇവരങ്ങനെയൊക്കെ ആകുമായിരിക്കും. കാണാൻ മരിക്കുന്നതിനൊക്കെ കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും 2 പേരും നല്ല നിലയിലായില്ലേ. പിന്നെ അതെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെവിടെയാണോ അവിടെ നമ്മുടെ മക്കൾ എവിടെയാണോ അവിടെ അവർ സന്തോഷമായിട്ടാണോ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ, അതൊക്കെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏത് ജോലി ചെയ്യുന്നതിനും അതിൻ്റെതായ അഭിമാനമുണ്ട്. അല്ല നമുക്കിപ്പോൾ സർക്കാർ ജോലി തന്നെ വേണം, അല്ലെ നമുക്ക് ഡോക്ടറാണോ നേഴ്സാണോ എഞ്ചിനീയർ ആണോ, അതൊക്കെ കൃഷിപ്പണിക്കാരില്ലെങ്കിൽ നമ്മൾ ചോറ് തിന്നുമോ ഇല്ല. അപ്പൊ എല്ലാ പണിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് അഭിമാനമാവും. അവർ 2 പേരും ഇപ്പം അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. അതിൽ അഭിമാനം സന്തോഷം കാര്യങ്ങളും ചൂര് എന്തെങ്കിലും അത് മിച്ചു എപ്പോഴും പറയട്ടോ. അമ്മൂന് സിന്ധമ്മയുടെ ഒരു കഷ്ടം മീൻസ് അമ്മ കുഞ്ഞില്ല, അമ്മ ഇപ്പോഴായാലും അതെ കേട്ടോ, കഷ്ടപ്പെടാനായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനും ഒരു കാര്യം തീരുമാനിച്ചാൽ ഞാൻ പിന്നോട്ടേക്ക് പോത്തില്ല, ഞാൻ ചെയ്തിട്ട് ഞാൻ മാറുള്ളൂ. അതെ, ഇന്നലെ എന്റെ ആങ്ങളെയും പിള്ളേരെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്റെ കൊച്ചേ നിതിമോള് വന്നിട്ടുണ്ടായിരുന്നു. നിതിമോള് വന്നപ്പോ പറയാം, അപ്പച്ചി എനിക്ക് സങ്കടം വന്നേ. ഞാൻ ചെന്നാ പറഞ്ഞേ, അപ്പച്ചി മറ്റേ അമ്മുച്ചേച്ചി വന്നപ്പോഴേ തൊഴിലുറപ്പിന് പോയിട്ട് വരുന്നേ ഇതും ഉടുപ്പും ഒക്കെ ഇട്ടോണ്ട് വരുന്നപ്പോ എനിക്ക് സങ്കടം വന്നത്. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിള്ളേരുടെ മനസ്സിൽ വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കതൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ പണി അതായിരിക്കണം വലുത്, അല്ലേ? അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? പെട്ടെന്ന് മക്കളുടെ കാര്യം വന്നപ്പോഴത്തേന് ഇച്ചിരി സെൻറ്റി ആയിപ്പോയി കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂട്ടത്തിൽ അവരോട് ഒന്ന് ഇടിച്ചു പിടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും